ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചക്കക്കുരു ചെമ്മീനും കുമ്പളങ്ങയും മാങ്ങയും ഇട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 20 ചക്കക്കുരു കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു 4-5 ചെറിയ ഉള്ളിയും 2-3 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മാങ്ങയുടെ പകുതി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടെ എരിവിന് ആവശ്യമായിട്ട്. പിന്നെ അത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചെമ്മീനൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 1/4 കപ്പ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ അരച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1/4 കപ്പ് തേങ്ങ അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലവണ്ണം ഒന്ന് തിളച്ച് വറ്റി വരുമ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ ചോറിൻ്റെ കൂടെ വേറൊന്നും വേണ്ട, അത്രയ്ക്കും ടേസ്റ്റാണ്. എത്ര വേണമെങ്കിലും ചോറ് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കും. പിന്നെ കടുവും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചെമ്മീൻ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്